18 സീറ്റേ അങ്ങ് പോയി. ഒരു സീറ്റ് BJPക്ക്. കോൺഗ്രസും CPM-ഉം എതിർത്തിട്ട് ഒന്നിച്ച് നിന്നല്ല, രണ്ട് വശത്ത് നിന്ന് എതിർത്തിട്ടും തൃശ്ശൂരിൽ BJP ജയിച്ചിരിക്കുന്നു. ഈ തിരിച്ചടി പക്ഷേ ആത്യന്തികമായിട്ട് ഉള്ള തിരിച്ചടിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വരാം, തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവാം. അതുതന്നെയാണ് 2019 തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെ 19 സീറ്റും കോൺഗ്രസ്സിന് UDF-ന് കിട്ടി. ഒറ്റ ഒരു സീറ്റ്, ആലപ്പുഴ സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയുള്ളൂ. അത് CPM-ൻ്റെ സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത്. എന്നിട്ടും 2021 അതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. 19% വോട്ട് 1980-കളിൽ വാങ്ങിച്ച ഹിന്ദു മുന്നണി എവിടെ പോയി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ? തിരുവനന്തപുരത്തെ കാര്യം നോക്ക്, വന്നിട്ടില്ലല്ലോ, ലോക്സഭയിൽ ജയിച്ചിട്ടില്ല. ഒരു തവണ നിയമമണ്ഡലത്തിലെ രാജഗോപാൽ ജയിച്ചു. പക്ഷെ പിന്നീട് ആ ജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കെ മുരളി പിന്നീട് ജയിച്ചില്ല. പിന്നെ ശിവൻകുട്ടിയാണ് ജയിച്ചത് നേമത്ത്. ഹൈന്ദവ വിഭാഗം എന്ന് പറഞ്ഞാൽ CPM ഒരു ഹൈന്ദവ പാർട്ടിയാണ്. കേരളത്തിൽ BJP-യെ തോൽപ്പിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമല്ല, ഹിന്ദുക്കളാണ്. സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തിരിച്ചടിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇതേ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായതാണ്. തിരിച്ചടി തന്നെയാണ്. അതിനെ കുറച്ച് കാട്ടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം CPM-ന് കേരളത്തിൽ നല്ല ശക്തമായ അടിത്തറയുണ്ട്. അടിത്തറയുള്ളൊരു രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 18 സീറ്റേ അങ്ങ് പോയി. ഒരു സീറ്റ് BJPക്ക്. കോൺഗ്രസും CPM-ഉം എതിർത്തിട്ട് ഒന്നിച്ച് നിന്നല്ല, രണ്ട് വശത്ത് നിന്ന് എതിർത്തിട്ടും തൃശ്ശൂരിൽ BJP ജയിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതൊരു കനത്ത തിരിച്ചടിയാണ്. ഈ തിരിച്ചടി പക്ഷേ ആത്യന്തികമായിട്ട് ഉള്ള തിരിച്ചടിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വരാം, തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവാം. അതുതന്നെയാണ് 2019 തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെ 19 സീറ്റും കോൺഗ്രസ്സിന് UDF-ന് കിട്ടി. ഒറ്റ ഒരു സീറ്റ്, ആലപ്പുഴ സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയുള്ളൂ. അത് CPM-ൻ്റെ സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത്. എന്നിട്ടും 2021 അതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. സ്വാഭാവികമാണ് അതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കവിശ്രീ ചോദിച്ച ചോദ്യത്തിന് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയം. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നേ പറയാൻ പറ്റും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിക്ക് എന്താണ് പ്രധാന കാരണമായിട്ട് അങ്ങേക്ക് തോന്നുന്നത്? കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനകത്ത് പല കാരണങ്ങൾ കാണും, പല ഇഷ്യൂസ് കാണും. ഇഷ്യൂസ് ഓഫ് വൺ ഇലക്ഷനെ സിംഗിൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കാരണമായിരിക്കത്തില്ല. ഇപ്പം നമ്മളൊരു വ്യക്തിയായിരിക്കാം. കാവ്യശ്രീ ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. ഞാനൊരു സ്ഥാനാർത്ഥിക്ക് എൻ്റെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ രാഷ്ട്രീയമുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതാണ് അതിൻ്റെ രസം, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്, BJP-യും പറയുന്നത്. ഒരു പരിധിവരെ ശരിയാവും. ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ, ആ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിക്കെതിരെ സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു നിഷേധഭാവം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കണം. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് വിജയിക്കും എന്നൊരു പ്രതിച്ഛായ വളർന്നു. കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു എന്നൊരു ധാരണ ജനങ്ങളിലുണ്ടായി. ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുപോലെ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നു. പിന്നെ ഏറ്റവും പ്രധാനം നമ്മളൊക്കെ അറിയുന്ന, നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള
ശബരിമല വിശേഷവും ഉണ്ടായി. അത് അങ്ങനെ നോക്കിയാൽ പല ഘടകങ്ങളാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കളിക്കുന്നത്. ഓരോരുത്തരുടെ വോട്ടിൻ്റെ പിന്നിലും ഇതുപോലെയുള്ള അനേകം ഘടകങ്ങളുണ്ട്. ഒന്നുകിൽ അവന് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടാവത്തില്ല, അപേക്ഷിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല, അവൻ്റെ മകൻ്റെ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെ പലതും നടക്കാമല്ലോ. ഇങ്ങനെ വരുന്ന എല്ലാ കാരണങ്ങളുടെയും ആകത്തുകയാണ് ഒരു വോട്ട്. ഈ ഒരു വോട്ട് എന്നതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വോട്ടുകൾ കൂടുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് UDFന് അനുകൂലമായിട്ട് ജനം വിധി എഴുതി. സ്വാഭാവികമായിട്ടും അത് CPMനെതിരെ, ഇടതുപക്ഷത്തിനെതിരെയുള്ള വിധിയായിട്ട് മാറി. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദം തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ ഒരു CPM പോലെ ഒരു പാർട്ടിയിൽ CPMൻ്റെ അകത്ത് EP ജയരാജനെ പോലെ ഒരു നേതാവ്, അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് ആണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനത്തെ വീഴ്ച വന്നുകൂടാ. ഇതൊരു വീഴ്ച തന്നെയാണ്, സംശയമൊന്നുമില്ല, വീഴ്ച വന്നുകൂടാ. പക്ഷേ ജാവദേക്കറെ കണ്ടു. അത് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ പലതും ഉണ്ടാവാം. എങ്കിലും ശരിക്കും അത് CPMൻ്റെ അകത്തൊരു സംസാര വിഷയമായിട്ടുണ്ട്. CPM അണികളിലേക്കത് പടർന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനെ മൊത്തത്തിൽ ബാധിക്കത്തക്കവണ്ണം അത്ര കണ്ട് ശക്തമായ ഒരു വികാരമായിരുന്നു, ആയി മാറി എന്നെനിക്ക് തോന്നുന്നുമില്ല. തൃശ്ശൂരിലെ BJP വിജയത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിജയിച്ചു. അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ കേരളത്തിന് കോൺഗ്രസ്സുകാർക്കും CPMനും ഇതിനെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് വേറെ രസം. പക്ഷേ ഞാൻ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നോ, കേരളത്തിൽ ഇങ്ങനെ 2 മുന്നണികൾ ഇങ്ങനെ നിൽക്കുകയാണ്, 2 കൊടുമുടികൾ മാതിരി. ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണി, മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേലെ തലപ്പത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് CPM, ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ്. ഈ കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും ഇങ്ങനെ അടക്കി വാഴുകയാണ്, പകുത്തെടുത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ പകുത്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഇടമുണ്ടാക്കി അവിടെ കയറിപ്പറ്റുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഇവിടെ ഒരു ഇടമുണ്ടാക്കണം. അവർക്കത് പറ്റത്തില്ല. ശരിക്കും ഞാൻ പറയാം, കാവ്യശ്രീക്ക് കേരള രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് പരിചയം കാണത്തില്ല. ഞാനൊക്കെ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ കണ്ടും കൊണ്ട് റിപ്പോർട്ട് ചെയ്തും കൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ കോൺഗ്രസിനകത്ത് K കരുണാകരനും AK ആന്റണിയും തമ്മിലുള്ള പോരാട്ടം, മത്സരം, ഗ്രൂപ്പ് പോരാട്ടം, ഗ്രൂപ്പ് മത്സരം എന്നൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകത്തിന് അതിനെ വിശേഷിപ്പിക്കും. അങ്ങനെ നിൽക്കുകയാണ്. ഒരു വശത്ത് ആന്റണി പക്ഷം, മറുവശത്ത് ഗ്രൂപ്പ് കരുണാകര പക്ഷം. ഞങ്ങളൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്തെ പത്രക്കാരാണ്, ടെലിവിഷൻകാരല്ല കേട്ടോ, പത്രക്കാർ. നമ്മളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോകും. കരുണാകരൻ മുഖ്യമന്ത്രി, സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ K കരുണാകരൻ്റെ പ്രതിപക്ഷം CPM അല്ല, ആന്റണി പക്ഷമാണ്. ആ ആന്റണി പക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം പോലും കരുണാകരന് സ്വസ്ഥത കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് നല്ല രസമാണ് തിരുവനന്തപുരത്തെ പത്രക്കാർക്ക്. എന്നും എന്തെങ്കിലും എഴുതാൻ കാണും, എന്തും പ്രതിച്ഛായ ചർച്ച, അങ്ങനെ പലതും. ഇങ്ങനെ വരുമ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, ഭയങ്കര ഗ്രൂപ്പ് പോരാട്ടമാണ്. എങ്കിലും ഈ ഗ്രൂപ്പ് പോരാട്ടത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതാണ് എൻ്റെ രസം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗം സജീവമായി നിൽക്കുകയാണേ. പ്രവർത്തകരുടെ രംഗത്ത് ഒന്നുകിലായി ഗ്രൂപ്പിൽ അങ്ങപ്പുറത്ത് അല്ലെങ്കിൽ ആന്റണി പക്ഷക്കാർ അടികൂടുകയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുകയാണ്. അത് ആത്യന്തികമായിട്ട് കോൺഗ്രസ് എന്ന സംഘടനയെ പുഷ്ടിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ശക്തമായി നിന്നത്.
ഞാനതിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ രണ്ട് ചേരികൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു വശത്ത് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറുവശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി. ഈ മുന്നണികൾ തമ്മിൽ ഇങ്ങനെ ശക്തിയായിട്ട് പോരാടുകയാണ്. അങ്ങനെ പോരാടുമ്പോൾ അതിനിടയ്ക്ക് ഒരു സ്പേസ് കിട്ടത്തില്ല BJPക്ക്. അതാണ് BJPയുടെ ധർമ്മസങ്കടം. അപ്പോൾ തൃശ്ശൂരിൽ അവർക്ക് എന്തായിരുന്നു വേണ്ടത്? തൃശ്ശൂരെങ്കിലും ഒരു പ്രസ്റ്റീജിന് വേണ്ടി തൃശ്ശൂർ ജയിക്കണം. തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപി അങ്ങ് അഴിച്ചുവിട്ടു. സുരേഷ് ഗോപി അങ്ങനെ കാണുന്നിടത്തൊക്കെ ചെല്ലും. അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, മറിയാമിൻ്റെ ശില്പത്തിൽ കൊണ്ടുവന്ന് മാല ചാർത്തും. അതെത്ര കോൺട്രവേഴ്സി ആയാലും അതിനൊക്കെ കാണാൻ ആൾക്കാരുണ്ടായി, റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാധ്യമപ്രവർത്തകരും ഉണ്ടായി. പിന്നീട് അദ്ദേഹം നല്ലതുപോലെ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. ഒരു 5 വർഷത്തോളം സുരേഷ് ഗോപി അവിടെ പ്രവർത്തിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം ചില്ലറ കളിയൊന്നുമല്ല. അതിനകത്ത് ഒത്തിരി അർപ്പണബോധത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ അർപ്പിച്ചും കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ, വോട്ടർമാർ അറിയുകയും വേണം. സുരേഷ് ഗോപി അത് പറ്റിച്ചു. പിന്നെ സുരേഷ് ഗോപിക്ക് ഇൻഹറൻ്റായിട്ടൊരു ഗ്ലാമറുണ്ട്, ഒരു ഗ്ലാമർ കോഷ്യൻറ്റ്. ദാറ്റ് ഓൾസോ വർക്ക്ഡ്. അതെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോഴത്തേക്ക് അവസാനം നോക്കിയപ്പോഴത്തേക്ക് സുരേഷ് ഗോപി ജയിച്ചു. കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായിരുന്നു. പെട്ടെന്ന് പ്രതാപനെ മാറ്റി മുരളീധരനെ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ മുരളീധരൻ അങ്ങോട്ട് ചുവട് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രതാപൻ പാര വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുമാവട്ടെ, നമുക്കതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസ് വോട്ടുകളും കുറേയൊക്കെ CPM വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്കാട്ടിലുപരി ഈ ക്രിസ്ത്യൻ വോട്ട് എന്നൊരു വലിയ ഘടകമാണ്. ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട്, അതേക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിന്ന് സംസാരിക്കാൻ തയ്യാറാണ്. സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ കാരണങ്ങളാണ് ഞാനിങ്ങനെ നിരത്തി വിവരിച്ചത്. BJP വോട്ട് ഷെയർ 20% വർദ്ധിച്ചത് എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? BJPയുടെ വോട്ട് 20%. ഞാൻ അതിനൊരു ഉദാഹരണം പറയാമേ. ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തെ, ഞാൻ ആദ്യം മാതൃഭൂമിയിലായിരുന്നു, പിന്നെ ഇന്ത്യ ടുഡേ ലേഖകനായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പൊളിറ്റിക്സ് നമുക്ക് വലിയ ഹരമാണ്. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ പത്രക്കാരുടെ വലിയ ഗ്രൂപ്പുണ്ട്. നമ്മളിങ്ങനെ രാഷ്ട്രീയം ഇങ്ങനെ തിരുവനന്തപുരത്താണല്ലോ രാഷ്ട്രീയത്തിൻ്റെ പല അധ്യായങ്ങളും ഇങ്ങനെ പൊട്ടിവിടുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. 1985 ഒരു തെരഞ്ഞെടുപ്പ്, 85 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം, വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അന്ന് തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി അവതരിച്ചു. ഹിന്ദു മുന്നണിക്ക് നേരത്തെ ഒരു മത്സരത്തിൽ ഒന്നും നിന്ന് പരിചയമൊന്നുമില്ല, പാരമ്പര്യമില്ല. കുമ്മനം രാജശേഖരനായിരുന്നു അതിൻ്റെ ഒരു നേതാവ്, സംഘാടകൻ. കുമ്മനം രാജശേഖരൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായി. ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദു വിഭാഗം നടത്തിയ ഒരു മുന്നേറ്റം. ആ സമരത്തിന് ഹിന്ദു വിഭാഗത്തിൻ്റെ ഞങ്ങളൊക്കെ പറയും ഹിന്ദു വർഗീയത ഇളക്കി വിട്ടതിലൊരു പ്രധാന പങ്ക് കുമ്മനം രാജശേഖരനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാർക്കും ഉണ്ടായിരുന്നു. കെ കരുണാകരനാണ് മുഖ്യമന്ത്രി. ആ സമയത്ത് ഒരു വലിയ സംഭവമാണ് ഇങ്ങനെ ഇളകി മറിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ ഹിന്ദു വർഗീയ ലഹള ഇങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു മൂർധന്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിന് ആക്കം കൊടുത്തത് ഈ നിലയ്ക്കൽ പള്ളി പ്രശ്നമാണ്. കെ കരുണാകരൻ പിന്നെ അത് ശക്തമായിട്ട് അത് അടിച്ചമർത്തി, അത് ഒതുക്കി, ആ സമരം തീർത്തു. അപ്പോൾ നിലയ്ക്കൽ സമരത്തിൻ്റെ നായകനായിരുന്ന കുമ്മനം രാജശേഖരനാണ് അടുത്ത ഇലക്ഷനിൽ കേരളവർമ്മ രാജ, അദ്ദേഹം പാലാ രാജകുടുംബത്തിലെ ആളാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു തിരുവനന്തപുരത്ത് ലോക്സഭാ മത്സരത്തിൽ.
കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ നാടാർ രാഷ്ട്രീയം, കെ കരുണാകരനുണ്ടല്ലോ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ബുദ്ധിമതിയായ ഷാർപ്പായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കളിക്കാത്ത കളികൾ ഒന്നുമില്ല. അയ്യോ ഗംഭീരമാണ്, അതൊക്കെ അടുത്തിരുന്ന് കാണണം. നല്ല രസമാണ് കെ കരുണാകരനെ കാണാൻ. ആ നിലയ്ക്ക് ഓരോ കൗശലങ്ങൾ, ഓരോ നീക്കങ്ങൾ ഇങ്ങനെ നീക്കി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ കുശാഗ്ര ബുദ്ധിയായ നേതാവ് തന്നെയാണ്. അപ്പോൾ കെ കരുണാകരൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണ് എ ചാൾസ്. നാടാർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും ഉള്ള ആളെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് വേറെ പകിട്ടും പത്രാസും പേരും പെരുമയും ഒന്നുമില്ല. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എ നീലലോഹിതദാസൻ നാടാർ. അദ്ദേഹം നാടാർ പൊളിറ്റിക്സിൻ്റെ ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. ഒടുവിൽ സ്വാഭാവികമായിട്ടും കെ കരുണാകരൻ്റെ ഒരു നാടാർ രാഷ്ട്രീയം വിജയിച്ചു. എ ചാൾസ് വൻപിച്ച് ഭൂരിപക്ഷത്തോട് ജയിച്ചു. പക്ഷേ സംഭവിച്ചത് രണ്ടാം സ്ഥാനത്ത് നീലലോഹിതദാസൻ നാടാരെത്തി. മൂന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ കേരളവർമ്മ രാജ. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ തിരഞ്ഞെടുപ്പിൽ നടന്നൊരു സംഭവം. കേരളവർമ്മ രാജ 19% വോട്ട് മേടിച്ചു. തിരുവനന്തപുരത്ത് 19+19 എന്നോട് ഓഫ് ഹാൻഡ് ചോദിക്കാറുണ്ട്, എൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ. 19%-ലേറെ വോട്ട് മേടിച്ചു. ഇപ്പോഴാരാ ഇപ്പോഴെത്ര BJP മേടിച്ചെന്ന് പറഞ്ഞാൽ 20%. 20% തികച്ചില്ല. 1985 19% തിരുവനന്തപുരം ലോക്സഭയിൽ മേടിച്ചു ഹിന്ദു മുന്നണി. നോക്കിക്കോണേ. എന്നിട്ട് വേറൊരു രസം കൂടി ഉണ്ടായി. തിരുവനന്തപുരം ഈസ്റ്റ് എന്നൊരു മണ്ഡലമുണ്ട്. അവിടെയുണ്ടല്ലോ കേരളവർമ്മ രാജ രണ്ടാമതെത്തി. ഒന്ന് ഓർത്ത് നോക്കിയേ, 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത്. ഇത് കണ്ട് ഒരാൾ വേദനിച്ചു. ആരെന്നറിയാമോ? സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ഉണ്ടല്ലോ, കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് മനസ്സിൽ ഇങ്ങനെ വായിച്ചെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം കേരളത്തിൻ്റെ മനസ്സെങ്ങോട്ട് തിരിക്കാം, എങ്ങോട്ട് ചരിക്കാം. ഒരു തെരഞ്ഞെടുപ്പിലെ സദ്ദാം ഹുസൈൻ്റെ പേര് പറഞ്ഞ് കേരളത്തിലെ വോട്ട് തിരിച്ച ആളാണ് EMS നമ്പൂതിരിപ്പാട്. ചരിത്രത്തിൽ അങ്ങനെയൊക്കെയുണ്ട്. ഭയങ്കര രസമാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞെന്തറിയാവോ? കേരളത്തിൽ ഹിന്ദു വർഗീയത വർദ്ധിച്ചു വരുന്നു, വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 19% വോട്ട് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഹിന്ദു മുന്നണി നേടിയിരിക്കുന്നു. അവിടെ 3ാം സ്ഥാനത്തേ ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരം ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. BJP അല്ല, ഹിന്ദു മുന്നണി. നമ്മൾ സൂക്ഷിക്കണം. ഇതിന് കാരണം ന്യൂനപക്ഷങ്ങളുടെ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിയുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ അന്ന് INL, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പാർട്ടി, ആ പാർട്ടി എന്ന ഇടതുപക്ഷത്താണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഒഴിവാക്കണം. ഇത് കൃത്യമായ ഒരു ഇടതുപക്ഷ മുന്നണിയായിരിക്കണം നമ്മുടേത്. ഇടതുപക്ഷ കക്ഷികൾ മാത്രമുള്ളൊരു മുന്നണിയായിരിക്കണം അത്. അതിനകത്ത് വർഗീയ കക്ഷികൾ, അതായത് മുസ്ലിം ലീഗ്, ഈ INL, കേരള കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളൊന്നും പാടില്ല. അത് പിന്നീട് ഇങ്ങോട്ട് പല CPM INL ഒഴിവാക്കി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. അതിൻ്റെ അനന്തരഫലം 87-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. INL പുറത്താക്കിയതിന് മുമ്പ് പുറത്തായി, അവർ രാജിവെച്ച് പോയി. കേരള കോൺഗ്രസ് ഇല്ല. EMS മനസ്സിൽ കണ്ടതുമാതിരി ശുദ്ധമായ ഒരു ഇടതുപക്ഷ മുന്നണിയായിരുന്നു 1987 കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, EK നായനാർ ഗവൺമെൻറ്. അതാണ് ചരിത്രത്തിലേക്ക് ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ 19% തിരുവനന്തപുരം ലോക്സഭ ഇതുവരെയും BJPക്ക് കിട്ടിയിട്ടില്ല. ഹിന്ദു മുന്നണി പിൻഗാമിയാണല്ലോ BJP, ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നും കൂടി ഓർക്കണം. അതാണ് അതിൻ്റെ വ്യത്യാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കു പ്രകാരം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതായിട്ടും
9 നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടാമതുമാണ് ബി ജെ പി. ഈ കണക്ക് പ്രകാരം 20 നിയമസഭാ സീറ്റുകൾ ബി ജെ പി നേടുമോ? ഞാൻ അതിന് നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. 19% വോട്ട് 1980-കളിൽ വാങ്ങിച്ച ഹിന്ദു മുന്നണി എവിടെ പോയി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ? തിരുവനന്തപുരത്തെ കാര്യം നോക്ക്, വന്നിട്ടില്ലല്ലോ, ലോക്സഭയിൽ ജയിച്ചിട്ടില്ല. ഒരു തവണ നിയമമണ്ഡലത്തിലെ ഒ രാജഗോപാൽ ജയിച്ചു. പക്ഷെ പിന്നീട് ആ ജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കെ മുരളി പിന്നീട് ജയിച്ചില്ല. പിന്നെ ശിവൻകുട്ടിയാണ് ജയിച്ചത് നേമത്ത്. കെ മുരളീധരൻ അവിടെ മത്സരിച്ചു. അതുകൊണ്ട് കേരള രാഷ്ട്രീയമാണ്. നമുക്കങ്ങനെ ഒരാൾ അതുകൊണ്ട് ബി ജെ പി ജയിക്കുമെന്നോ അതുകൊണ്ട് ബി ജെ പി തോക്കുമെന്നോ എന്നൊക്കെ പറയാനാവില്ല. കേരള രാഷ്ട്രീയം ഒരു ശക്തമായ പരീക്ഷണമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം. നമ്മളൊക്കെ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ നമ്മളിത് കാണുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാം, ഇങ്ങനെ ഓരോ ജനങ്ങളുടെ തീരുമാനം ഇങ്ങനെ മാറി മാറി മറിയുന്നത് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാണ് ജയിക്കുക എന്നുള്ളത്. 20 സീറ്റ് അല്ലെങ്കിൽ 22 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റ് കേരളത്തിലെ നിയമസഭയിൽ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ ചലഞ്ച്. അത് എത്ര കണ്ട് ബി ജെ പി കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. തൃശ്ശൂർ ഉൾപ്പെടെ ക്രൈസ്തവ വോട്ടുകളിലെ മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ക്രൈസ്തവ വോട്ടിൽ മാറ്റം തൃശ്ശൂരുണ്ടായി. കേരളത്തിൽ പോലും പലയിടത്ത് ക്രിസ്ത്യൻ ചില കേന്ദ്രങ്ങളിൽ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ സഭാ അധ്യക്ഷന്മാരുടെ കേന്ദ്രങ്ങളിൽ ബി ജെ പി അനുകൂലമായൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കണം, ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തികച്ചും ന്യൂനപക്ഷമായ ഒരു മതവിഭാഗമാണ്. പലയിടത്തും അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരു ഹിന്ദി ബെൽറ്റിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ മതസ്ഥാപനങ്ങളും അവരുടെ കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ നരേന്ദ്രമോദി കഴിഞ്ഞ ക്രിസ്മസിനും ഇതുപോലെയുള്ള സമയത്തുമൊക്കെ ക്രിസ്ത്യാനികളുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ, ഒരു ഡയലോഗ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയില്ലാതില്ല. പക്ഷേ എത്ര കണ്ട് എപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയമായിട്ടൊരു മാറ്റം ഒരു സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റേതായ, ഇപ്പം കുറച്ച് ബിഷപ്പന്മാരെങ്ങനെ പറഞ്ഞാലും കുഞ്ഞാടുകൾ കേൾക്കണമെന്നില്ലല്ലോ. ആ ഒരു വിഷയമുണ്ട്. കുഞ്ഞായി സാധാരണ ആൾക്കാരോട് മനസ്സിലാക്കണ്ടേ, അവർക്കറിയാമല്ലോ നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ബി ജെ പി അതിനെ ഒരു വലിയ സാധ്യതയായിട്ട് കാണുന്നുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പണ്ടത് ശ്രീധരൻപിള്ള മുതൽ ഇങ്ങോട്ട് പല നേതാക്കന്മാരും, ബി ജെ പിയുടെ പല നേതാക്കന്മാരും ക്രിസ്ത്യാനികളുമായിട്ട്, ഇപ്പോഴും ഗോവ ഗവർണർ ശ്രീധരൻപിള്ള, മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളുമായിട്ട് പല ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ട് ഒക്കെ നല്ല ബന്ധമുണ്ട്. ചില ബിഷപ്പുമാരുമായിട്ട് അടുത്ത ആത്മാർത്ഥമായ ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ ശരിയാണ്. സ്വാഭാവികമായിട്ടും അത് അവർക്കൊരു സാധ്യതയാണ്. ഇതേ ശ്രീധരൻപിള്ളയാണ് ശബരിമല വിഷയം വന്നപ്പോഴത്തേക്ക് നമുക്ക് വലിയ സാധ്യതയാണെന്ന് പറഞ്ഞ പ്രസംഗം, രഹസ്യമായിട്ട് നടത്തിയ പ്രസംഗം കേരളത്തിൽ പാട്ടായി. അതേപോലെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വലിയ സാധ്യത അദ്ദേഹം കാണുന്നുണ്ട്. അതിൽ നമുക്ക് സംശയിക്കാനില്ല. സ്വാഭാവികമായിട്ടും കാണാം. ഹൈന്ദവ വിഭാഗത്തിൽ CPM-ന് സ്വാധീനം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഹൈന്ദവ വിഭാഗം, അതിലെ ഹൈന്ദവ വിഭാഗം എന്ന് പറഞ്ഞാൽ CPM ഒരു ഹൈന്ദവ പാർട്ടിയാണ്. എന്നാൽ കാലാകാലങ്ങൾ മുതൽ പണ്ടൊക്കെ TV തോമസിനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ട്. അവരൊക്കെ കൂടിയാണ് പാർട്ടിയെ നടത്തിയത്. MN ഗോവിന്ദൻ നായരെ പോലെ, PK വാസുദേവൻ നായരെ പോലെ, C അച്യുതമേനോൻ, വലിയ നായർ സമുദായ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സമുന്നതരായ നേതാക്കന്മാരായിരുന്നു. EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയൊക്കെയുണ്ട്, നമ്മളെല്ലാം കാണാം അതൊക്കെ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ. സ്വാഭാവികമായിട്ടും ഈഴവ സമുദായം നല്ല ശക്തമായ ഒരു പിന്തുണയാണ് CPM-ന് എപ്പോഴും, എക്കാലത്തും. പിന്നെ
സാധാരണക്കാർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഒരു 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 ചേരിതിരിവുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM അനുകൂലമായിട്ട്. ഞാൻ അതിനെ കാണുന്നത് വേറെ ഒരു തരത്തിലാണ്. കാരണം BJP അവരെപ്പോഴും പറയും ഞങ്ങൾ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, ഞങ്ങൾ ഹിന്ദുക്കളെ എല്ലാവരും അവഗണിക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളുടെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന പാർട്ടിയാണ് എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു ന്യൂനപക്ഷ വിരോധം അന്തർലീനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷങ്ങളെ നേരിട്ട് പേര് പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് സാധാരണ BJPക്കാർക്കുള്ളത്, കേരളത്തിലും ദേശീയ തലത്തിലും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻതോതിലാണ് മുസ്ലിം സമുദായത്തെ ഒക്കെ അങ്ങോട്ട് ആക്രമിച്ചത്, ഒറ്റ തിരിച്ച് നിർത്തി ആക്രമിച്ചത്. അങ്ങേയറ്റത്തെ വർഗീയമായ പ്രസംഗങ്ങളായിരുന്നു. വിഷം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. പക്ഷെ കേരളം അങ്ങനെയല്ല. നമ്മളൊന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു വർഗീയ ലേഖ 83-ലോ 84-ലോ, ഞാനെന്ന് മാതൃഭൂമിയിൽ ലേഖകനാണ്. അപ്പം നമ്മൾ നേരിട്ട് കണ്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഒറ്റ രാത്രി കൊണ്ട് അടിച്ചമർത്തി പോലീസ്. ആദ്യമൊക്കെ പോലീസ് നോക്കി നിന്നു. അന്ന് മുസ്ലിം ലീഗ്, കെ കരുണാകരൻ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗ് മുന്നണിയിലെ ഭരണകക്ഷിയിലെ അംഗം, ഭരിക്കുന്നവർ, അതുകൊണ്ടൊക്കെ ആവാം ഒരു നന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ പോലീസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു പോലീസ് അനങ്ങണ്ട എന്ന്. അപ്പോഴത്തേക്ക് തീവെപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പട്ടാളം ഇറങ്ങി. ഞങ്ങളെ മാതൃഭൂമിയിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായി. എന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കത്ത് നമുക്ക് പേടിച്ചു പോയി. നമ്മൾ ചുറ്റും തീ കത്തുകയാണ്, ഇങ്ങനെ കാണാം. നമ്മളൊക്കെ ചെറുപ്പൊക്കെ ഉച്ച പിള്ളേരാ. കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് റിപ്പോർട്ടറായിട്ട് നമ്മൾ സബ് എഡിറ്റർ ഡെസ്കിലാണ്, നമ്മൾക്ക് ഇങ്ങനെ പത്രം ഇറക്കുന്നവരാണ്. അപ്പം നമ്മുടെ ന്യൂസ് എഡിറ്റർ T വേണുഗോപാൽ നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എങ്ങും തീരുന്നില്ല. അപ്പോഴെന്ത് ചെയ്തു, അവസാനം രാത്രിയിൽ ഞങ്ങൾ ഹെഡിങ് ഇടുകയാണ്. രാത്രി ഒരു 10 നേരത്തെ പത്രം അയക്കണം, അതെല്ലാം ബസ്സിനൊക്കെ കയറ്റി അയക്കുന്നത്. അപ്പം നമ്മൾ അന്നത്തെ ഹെഡിങ് ഇട്ടത് തലസ്ഥാന നഗരി കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. നമ്മുടെ വേണുവേട്ടൻ, ഞങ്ങൾ വേണുവേട്ടൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പേജ് നിർമ്മാണ വിദഗ്ധനാണ് അദ്ദേഹം. പേജ് ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് ഉണ്ടാക്കുന്നയാളാണ്. അങ്ങനെ വലിയ തീ പുകയുന്ന ചാലക്കമ്പോളം ഇങ്ങനെ കത്തിയേരിയാണ് രാത്രി. അതിൻ്റെ ഫോട്ടോകളൊക്കെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നടക്കുന്നു, ഇതെല്ലാം കിട്ടുന്നുമുണ്ട്. നമ്മളങ്ങനെ സ്റ്റോറി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് രാത്രി ഒരു 10-10:30 ആയപ്പോഴത്തേക്കാണ് പട്ടാളം ഇറങ്ങുന്നു. കേന്ദ്രം പട്ടാളത്തെ കൊണ്ടുവരാൻ സമ്മതിച്ചു. പട്ടാളത്തെ ഇറക്കുന്നു, പോലീസ് ആഞ്ഞിറക്കുന്നു, പോലീസ് ജീപ്പുകൾ ഇങ്ങനെ പറക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. കണ്ട മാത്രയിൽ വെടിവെക്കാൻ ഉത്തരവിടുകയാണ് സൈന്യം. പോലീസ് പട്ടാളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ശക്തമായ നടപടിയായിരിക്കും. പെട്ടെന്ന് ഞങ്ങൾ പിന്നെ ആ പേജിങ് പിൻവലിച്ചു. മാതൃഭൂമി ആ പേജ് കൊടുത്തില്ല, ആ പത്രം പുറത്തിറങ്ങിയില്ല. ആ പത്രം ഇങ്ങനെ പിൻവലിച്ചിട്ട് വേറെ പത്രം അർദ്ധരാത്രി പട്ടാളം ഇറങ്ങി എന്നിട്ട് വാർത്തയായി കൊടുത്തു. അതാണ് കൊടുത്തത്. അപ്പോഴത്തേക്ക് പെട്രോൾ ബങ്ക് കത്തിച്ചു, കരമനയിൽ ഒരാൾ അവിടെ അത് ചത്തു, വെന്ത് ചത്തു, അങ്ങനത്തെ മരണമടഞ്ഞു കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, കുറേ നാശനഷ്ടങ്ങളുണ്ടായി. ഒരു വർഗീയ ലഹള എന്ന് പറയുന്ന അതാണ് ഉണ്ടായത് പ്രധാനമായിട്ടും. പക്ഷേ മിനിറ്റുകൾക്ക് വെച്ച് അതടിച്ചമർത്തി. കേരളത്തിൻ്റെ ഒരു ഭരണാധികാരിക്കും അതല്ലാതെ വേറെ വഴിയില്ല. അതാണ് അതിൻ്റെ നടത്തിപ്പ്. ഇവിടെ ഞാൻ പറയുന്നത് BJPക്ക് കേരളത്തിൽ ഹിന്ദുക്കളുടെ ശതമാനം നോക്കിയാൽ ഒരു 54% വരും കേരളത്തിലെ ഹിന്ദുക്കൾ. എനിക്ക് ആ കറക്റ്റ് ഫിഗേഴ്സ് എൻ്റെ കയ്യിലില്ല. ക്രിസ്ത്യാനികൾ, പിന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. പെർസെൻറ്റേജ് വൈസ് ഭൂരിപക്ഷമാണ് ഹിന്ദുക്കൾ. എന്തുകൊണ്ട് ഹിന്ദു പാർട്ടിയായ BJPക്ക് ഇവിടെ ഭരണത്തിലെത്താൻ കഴിയുന്നില്ല? നമുക്കൊക്കെ ചോദിക്കാവുന്ന ചോദ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം കേരളത്തിൽ BJPയെ തോൽപ്പിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമല്ല, ഹിന്ദുക്കളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അതുകൊണ്ടാണ് BJPക്ക് മനസ്സിലായി
ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ടൊന്നും മേടിച്ച് BJPക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളെ ഇപ്പം പിടിക്കാൻ നോക്കുന്നത്, അരമനകൾ കയറി ഇറങ്ങി നടക്കുന്നത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇതിൽ ബിഷപ്പുമാരും നമ്മുടെ ക്രിസ്ത്യൻ നേതൃത്വവും വീഴുമോ മയങ്ങുമോ? ഇപ്പം ജോർജ് കുര്യൻ, അദ്ദേഹം നല്ല നേതാവാണ് കേട്ടോ, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളൊക്കെ വലിയ ഒരു കാലത്ത് എത്രയോ കാലമായിട്ട് ഞങ്ങൾ നല്ല പരിചയമാണ്, നല്ലവനാണ് പുള്ളി. അദ്ദേഹം മന്ത്രി ആവേണ്ടത് തന്നെയാണ്. നേരത്തെ തന്നെ ജോർജ് കുര്യൻ എന്ന് പേര് കേട്ടാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുക്കുന്ന ആളെ BJPക്ക് വോട്ട് ചെയ്യുമോ, ഒരു നല്ലൊരു പങ്കെങ്കിലും വോട്ട് മറിയുമോ, ഇത്യാദി ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ കാലം തരേണ്ട മറുപടികളാണ്. 2026 BJPയുടെ കേരളത്തിലെ സ്ട്രാറ്റജി എന്തായിരിക്കും? 2026 നേരത്തെ കാവ്യ ചോദിച്ചത് മാതിരി 11ഉം 9ഉം 20 സീറ്റ്. 20 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് അല്ല, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർക്ക് പരമാവധി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് തീർച്ചയായിട്ടും BDJSന് കുറേ വോട്ടുകളൊക്കെ കിട്ടി, വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെ ഒരു പിന്തുണയോടുകൂടി അങ്ങനെയൊക്കെ കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമല്ല സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അതൊരു തികഞ്ഞ വേറെ ഒരു രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിൽ പാർട്ടി സംഘടനയുടെ കഴിവ്, കരുത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കഴിവ്, CPMൻ്റെ സംഘടനാപരമായ കഴിവ്, രണ്ടാമത്തത് ആരാണ് നിങ്ങളുടെ നേതാവ്. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സ്വാഭാവികമായിട്ടും BJPക്കും ഇത് ബാധകമാണ്. BJPയുടെ സംഘടനയുടെ വലിപ്പം, സംഘടനയുടെ ബലം, നേതാക്കന്മാർ, സ്ഥാനാർത്ഥികൾ, ഇവരുടെ കരുത്ത്, ബലം, ഇതെല്ലാം ഘടകങ്ങളാണ്. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല കേരള രാഷ്ട്രീയം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.